നമ്മുടെ ഡോമിനാർ 250 എക്സോസ്റ്റ് നോയ്സ് ഒന്ന് കേൾക്കാട്ടാ. പോരെ നോക്കിയോട്ടാ. എങ്ങനെയുണ്ട് ഡോമിനാർ 250 എക്സോസ്റ്റ് നോയ്സ്? പൊളിച്ചില്ലേ? മച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ ബ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ പുഴയ്ക്കലുള്ള നമ്മുടെ ഗ്രാൻഡ് ബജാജിലാണ് കേട്ടോ. യൂത്തിന് ഇഷ്ടമായിട്ടുള്ള ഒരു വാഹനം ഉണ്ട്. ഏതാ? നമ്മുടെ ഡോമിനാർ അല്ലെ. ആ ഒരു ഡോമിനാർ 250 പുതിയ അപ്ഡേഷനോട് കൂടി നമ്മുടെ ഈ ഗ്രാൻഡ് ബജാജ് ഷോറൂമിൽ എത്തിക്കുകയാണ്. ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കുന്നത്. അപ്പൊ ആ ഒരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആ ഒരു വിശേഷത്തിലേക്ക് പോകും അല്ലെ. പോരേട്ടാ. നമ്മുടെ ബജാജ് ഡോമിനാർ 250 ഈ ഒരു വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ഗ്രാൻഡ് ബജാജിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള വിഷ്ണു മച്ചാൻ നമ്മളോടൊപ്പം ഉണ്ട്. മച്ചാനോട് വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാട്ടാ. വിഷ്ണു മച്ചാൻ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ മച്ചാൻ, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഡോമിനാർ 250 2025 വരുമ്പോ കമ്പനി എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നുള്ളത്? നമുക്ക് ഡോമിനാർ എന്ന് പറഞ്ഞ മോഡൽ ഇപ്പോഴും നമുക്ക് വളരെയധികം ഫാൻ ബേസും കാര്യങ്ങളുള്ള മോഡലാണ്. അതും ഡോമിനാർ 250. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോഴും നമുക്ക് മെയിൻ ആയിട്ട് ടൂറിംഗ് പർപ്പസിനാണ് നമുക്ക് ഈ വണ്ടി നമുക്ക് വരുന്നത്. അതിൽ 2-3 ചേഞ്ചസ് ആണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഈ വട്ടം ബജാജ് റൈഡേഴ്സിന് വേണ്ടിയിട്ട്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റൈഡേഴ്സ് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ വിഷുവോ ശരിക്കും പറയുകയാണെങ്കിൽ ചെറിയ 2-3 അപ്ഡേഷനുകളാണ് വാഹനത്തിൽ കൊണ്ടുവന്നത്. പക്ഷെ അത് റൈഡേഴ്സിന് വളരെ ഉപകാരപ്രദമാണ്. സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. തീർച്ചയായും നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നമുക്ക് വാഹനത്തിന്റെ ഫ്രണ്ടിലാണ് നോക്കുകയാണെങ്കിൽ നല്ലൊരു വൈസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് LED തന്നെ നമുക്ക് വരുന്നത്. കുഞ്ഞൻ ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ? അത് തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. നല്ലൊരു മനോഹരമായിട്ടുള്ള LED ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് വരുന്നത്. അത് നമുക്ക് 3 കണ്ട 3 ഇതിൽ LED ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. എല്ലാം നമുക്ക് നോക്കുകയാണെങ്കിൽ LED ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ വരുന്നത് അതിമനോഹരമായ ഡോമിനാർ 250 വരുന്ന മോഡലിന് സെയിം ഹെഡ്ലൈറ്റിന് വരുന്നത് മാറ്റങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ നമുക്ക് സസ്പെൻഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത് USB വരുന്നത്. അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ വരുന്നത് നമുക്ക് 37 mm USD ഫോർക്കാണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് മച്ചാനെ ഏതൊരു കുഴിയും കയറി ഇറങ്ങാനുള്ള ആ ഒരു കരുത്ത് ആ ഒരു ഷോക്കപ്സിന് ഉണ്ടല്ലോ. തീർച്ചയായും നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്ക് വരുന്നുണ്ട്. നമുക്ക് 300 mm ഫ്രണ്ടിൽ ഡിസ്ക് വരുന്നുണ്ട്. വിത്ത് നമുക്ക് ഡ്യുവൽ ചാനൽ ABS കാര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും നമുക്ക് 1453 mm ആണ് വീൽ ബേസ് നമുക്ക് വരുന്നത്. വാഹനത്തിന്റെ സെന്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു സ്പോർട്ടി ആയിട്ടുള്ള എഞ്ചിൻ കാർഡ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. കൂളുടെ എഞ്ചിനാണ് നമുക്ക് വരുന്നത്. അതിന്റെ നമുക്ക് റേഡിയേറ്ററിന്റെ പോർഷൻ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതിന് തൊട്ട് മേലെയായിട്ട് എഞ്ചിൻ കാർഡിന്റെ മേലെ നമുക്ക് അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ള ഒരു ക്രാഷ് കാർഡ് കൂടി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ക്രാഷ് കാർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഹൃദയഭാഗം നോക്കുകയാണെങ്കിൽ 4 സ്റ്റോക്ക് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ പവർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ 27 PS പവറും 23.5 Nm ടോർക്കും കാര്യങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് 6 സ്പീഡ് ആണ് നമുക്ക് ഗിയർ ബോക്സും കാര്യങ്ങളും. സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി സ്പോർട്ട് ഡ്യുവൽ എക്സോസ്റ്റ് ആണ് നമുക്ക് കൊടുത്തേക്കുന്നത്. അതെ, നൈട്രോക്സ് സസ്പെൻഷൻ നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അഡ്ജസ്റ്റബിൾ ആയിരിക്കും. നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു 230 mm ഡിസ്ക് നമുക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് ABS കാര്യങ്ങൾ വരുന്നതിനാണ്. നമുക്ക് ബാക്ക് ഫ്രണ്ട് ABS വരുന്നുണ്ട്. അപ്പൊ നമുക്ക് റിയലിൽ നോക്കുകയാണെങ്കിൽ ട്യൂൺ ടെയിലാമ്പിൽ നമുക്ക് കൊടുത്തേക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നല്ലൊരു സാരി ഗാർഡ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടല്ലോ. നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് 250 എന്നുള്ള ഒരു ക്രോമില് ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ടല്ലോ. ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സീറ്റിംഗിലൊന്നും വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ലല്ലോ. ഇല്ല, വേറെ ചേഞ്ചസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. നോർമൽ നമുക്ക് ഡോമിനാർ 250 സീറ്റിംഗ് നമുക്ക് വന്നത് 13 ലിറ്ററാണ് നമുക്ക് ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങൾ വരുന്നത്. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ചേഞ്ചസ് നമുക്ക് അറിയുന്നുണ്ടോ?
ഓക്കെ ഡിസ്പ്ലേയിൽ വരുമ്പോ എന്താ പറയാ ഒരു ലൈറ്റിങ്സ് ഒക്കെ ഒരു എന്താ പറയാ വെറൈറ്റി മൊത്തം നമുക്ക് മാറിയിട്ടുണ്ട്. ഫുൾ ഡിജിറ്റൽ ഡിസ്പ്ലേ, നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഈ വട്ടം. ഓക്കെ അതിൽ തന്നെ നമുക്ക് റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട് മെയിൻ ആയിട്ട്. നമുക്ക് റോഡ് വരുന്നുണ്ട്, റെയിൻ വരുന്നുണ്ട്, ഓഫ് റോഡ് വരുന്നുണ്ട്. 3 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 10x10 നാവിഗേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. സ്വിച്ചസിലുള്ള മാറ്റങ്ങൾ നമുക്ക് നോക്കിയാൽ തന്നെ നമുക്കറിയാം. അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതിപ്പോ ഒരു മോഡ് ബട്ടൺ കൂടി നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, പഴയ വാഹനത്തിൽ ഈ മോഡ് ബട്ടൺ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇപ്പൊ മോഡ് കൂടി വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് റൈഡിംഗ് മോഡ്സ് മാറ്റാൻ നമുക്ക് പറ്റും. മാറ്റാൻ പറ്റും. റെയിൻ ആണെങ്കിൽ ഓഫ് റോഡ് ആണെങ്കിൽ ഓഫ് റോഡ്. ഓക്കെ, ഇതിൽ തന്നെ മാറ്റാൻ പറ്റുമല്ലോ അല്ലേ? ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ്, ഹസാർഡ്, പിന്നെ ഹോണ്ട സ്വിച്ച് വരുന്നുണ്ട്, പാസ്, ഡിമ്മൊക്കെ ഈ ഒരു ഭാഗത്താണല്ലോ അല്ലേ? ഈ ഒരു ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ എൻജിൻ ഓൺ ഓഫിന്റെ സ്വിച്ച് കാണാം. ഓക്കെ, ഇത് പിന്നെ ഹെഡ്ലൈറ്റിന്റെ ദെൻ സെൽഫ് സ്റ്റാർട്ട് അല്ലേ? എടുത്ത് കളഞ്ഞു. സെക്കൻഡറി ഡിസ്പ്ലേ മാറിയിട്ട് ഇപ്പൊ USB ചാർജിംഗ് പോർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മൊബൈൽ ഹോൾഡർ കാര്യങ്ങളുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചാർജിങ് കാര്യങ്ങളും ചെയ്യാം. അപ്പൊ ഡോമിനാറിൽ ഈ ഒരു 2-3 മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ? അതെ, തീർച്ചയായും നമുക്ക് ഇത് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സംഭവം പറയുമ്പോ ചെറിയ അപ്ഡേഷൻ റൈഡേഴ്സിന് വലിയ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു യൂസ്ഫുൾ ആണ്. ഓക്കെ, കൂടുതൽ ബ്രൈറ്റ്നെസ്, ലൈറ്റ്സ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അവർ ഏതൊരു കാലാവസ്ഥയിൽ പോകുന്നുണ്ടെങ്കിലും നമുക്ക് മീറ്റർ ക്ലസ്റ്ററിലൊക്കെ കാണാനും അറിയാനും പറ്റും. ഇങ്ങനെ മച്ചാനെ ഇവന്റെ ഒരു മൈലേജ് ഒക്കെ പറയുന്നത്? മൈലേജ് നമുക്ക് എങ്ങനെ ഒരു 30-35 നമുക്ക് പറയുന്നുണ്ട്, കിട്ടുന്നുണ്ട്. നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ലോങ് ഒക്കെ ഒരു 35-40 താഴെ ഒരു 30-35 കിട്ടുന്നുണ്ട്. 250 ഈ ഒരു 2-3 ചെറിയ അപ്ഡേഷനുകളാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ? അതുപോലെ ചെറിയ മാറ്റങ്ങളല്ല, കാരണം അത് റൈഡേഴ്സിന് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് 2 കളേഴ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഈ കാണുന്നത് കാനോൺ റെഡ് എന്ന് പറഞ്ഞ കളറാണ്. അതുപോലെ തന്നെ നമുക്ക് സ്പാർക്കിംഗ് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറും കൂടി വരുന്നുണ്ട്. അബുവിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 1,97,429 രൂപയാണ്. ഈ ഒരു മുതലിന്റെ വിശേഷങ്ങൾ ഇത്രയാണ് വരുന്നത് അല്ലേ? അതെ. ഓക്കെ, ഈ ഒരു സമയം കൊണ്ട് ബജാജ് ഡോമിനാർ 250യുടെ വിശേഷങ്ങൾ പറഞ്ഞു മച്ചാന് ഒരുപാട് താങ്ക് യു ട്ടാ. നമ്മുടെ വീഡിയോയില് മച്ചാന്റെ നമ്പർ ഉണ്ടാവും. ഡോമിനാർ 250 ഒക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാം. ഓക്കെ, നമ്മുടെ പൂങ്കുന്നം പുഴയ്ക്കുള്ള ഗ്രാൻഡ് ബജാജ് മച്ചവരപ്പം ഇന്നത്തെ വിശേഷം യൂത്തിന്റെ ഇഷ്ടവാഹനമായിട്ടുള്ള ഡോമിനാർ 250 2025 വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള അപ്ഡേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തിയൊക്കെ ചവിട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.